മൂന്നാം അധ്യായത്തിലെ വൈകാരികമായൊരു യാത്ര നമുക്കിന്ന് പരിശോധിക്കാം. നേരിട്ട് കാര്യത്തിലേക്ക് വരാം. ചുറ്റുമുള്ളതെല്ലാം നിങ്ങൾക്കെതിരാകുമ്പോൾ എന്ത് സംഭവിക്കും? ഭയപ്പെടുത്തുന്ന അവസ്ഥയാണല്ലേ? അസംഖ്യം ശത്രുക്കൾ വളയുന്ന കടുത്ത പ്രതിസന്ധി ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. ശരിക്കും ശ്വാസം മുട്ടുന്ന അവസ്ഥ. ദൈവം സഹായിക്കില്ല എന്ന് ലോകം പറയുമ്പോഴും ദൈവം തന്റെ രക്ഷാകവചമാണെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു. ഈ രക്ഷാകവചം ശാരീരിക സംരക്ഷണം മാത്രമല്ല കേട്ടോ, അത് നഷ്ടപ്പെട്ട ആത്മാഭിമാനവും മഹത്വവും തിരികെ നൽകുന്നു. ഇതിലൊരു കൃത്യമായ പ്രക്രിയയുണ്ട്. അദ്ദേഹം വിളിച്ചപേക്ഷിക്കുന്നു, മറുപടി ലഭിക്കുന്നു, ഒടുവിൽ സമാധാനത്തോടെ ഉറങ്ങുന്നു. ചിന്തിച്ചു നോക്കൂ, ആ മരണഭയത്തിൽ നിന്ന് എത്ര അഗാധമായ സമാധാനത്തിലേക്കാണ് അദ്ദേഹം മാറുന്നത്. അവിശ്വസനീയം തന്നെ. ശത്രുക്കൾ 10,000 അദ്ദേഹത്തിനിപ്പോൾ ഭയമില്ല. ആ വലിയ സംഖ്യ അദ്ദേഹത്തെ ഒട്ടും തളർത്തുന്നില്ല. ശത്രുക്കളുടെ പല്ലുകൾ തകർക്കപ്പെടുന്ന അതിശക്തമായ ദൃശ്യം. സമ്പൂർണ്ണ പരാജയത്തിൽ നിന്നുള്ള ഗംഭീരമായ ഒരു വിമോചനമാണിത്. വ്യക്തിപരമായ ഈ വിമോചനം ഒടുവിൽ ജനങ്ങൾക്കെല്ലാമുള്ള വലിയൊരു അനുഗ്രഹമായി മാറുന്നതാണ് നാം ഇവിടെ കാണുന്നത്. അവസാനിപ്പിക്കും മുൻപ് ഒരു ചോദ്യം. ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ വരുമ്പോൾ നിങ്ങളുടെ രക്ഷാകവചം എന്താണ്?